ഓ മൗലവി, ഇനി ആരെയാണ് താങ്കൾ കുറ്റം പറയാത്തത്? പണ്ഡിതന്മാരെ താങ്കൾ കുറ്റം പറഞ്ഞു, ഭരണാധികാരികളെ താങ്കൾ കുറ്റം പറഞ്ഞു. ഇനി ഇതാ അദ്ദേഹം സയ്യിദന്മാരെ ആക്ഷേപിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഇത് സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കൂരിക്കുടി തങ്ങൾക്കെതിരെ ഇദ്ദേഹം ഉറഞ്ഞു തുള്ളുന്നത് നിങ്ങൾ കാണുക. ഇവിടെ തൃശൂർ ജില്ലയിൽ കൂരിക്കുടി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു കൊട്ടേഷൻ തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദ്വീപിലെ കോയയാണ്. ഓ മുത്തേടം കാസിമി, താങ്കൾ മറന്നുപോയോ? കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള മുട്ടുന്തല മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ദിക്ർ ഹൽഖ വാർഷികം അന്ന് ആദരണീയനായ സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കൂരിക്കുടി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത അതേ വേദിയിൽ എന്തേ കൂരിക്കുടി തങ്ങളെ സയ്യിദല്ല എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ധൈര്യം വരാതിരുന്നതോ? എന്തിനാണ് നിങ്ങൾ സയ്യിദല്ല എന്ന് വിളിച്ചു കൂടിയ കൂരിക്കുടി തങ്ങളോടൊപ്പം വേദി പങ്കിട്ടതോ? തങ്ങളല്ല, അത് ദ്വീപിലെ കോയയാണ്. ഓ കാസിമി, ഒരു കാര്യം ചോദിച്ചോട്ടെ. പാരത്രിക ലോകത്ത് രക്ഷിതാവിന്റെ ചോദ്യത്തിന് മുന്നിൽ കാലിടറുന്ന നിമിഷം നിങ്ങൾ മറക്കരുതോ? അന്ന് രക്ഷപ്പെടുത്താനുള്ള സത്യവിശ്വാസികളുടെ നേതാവായ പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദിനെ സയ്യിദല്ല, അത് വെറുമൊരു കോയയാണെന്നോ പറയാൻ കാസിമി എന്താണ് താങ്കളുടെ കൈവശമുള്ള തെളിവ് എന്നോ? പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവിയും പാരത്രിക ലോകത്ത് വെച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ എന്തായിരിക്കും മറുപടി പറയുക? നിങ്ങളുടെ മറുപടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദ്വീപിലെ കോയയെ പിടിച്ച് തങ്ങളാക്കിയത് ഇവിടെയാണ്. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടരുത്. ഇനി ദേഷ്യപ്പെട്ടാൽ എനിക്ക് വിഷയവും അല്ല. എന്റെ പ്രശ്നത്തിലേ ഉള്ളൂ, നിന്റെ നാവുള്ള കാലത്തും സത്യം പറയാന്നുള്ളതാണ്. കൂലിക്കോയിൽ സലാത്ത് നടന്നിരുന്നാൽ കൂലിക്കോയിൽ തങ്ങൾ എന്ന് പറഞ്ഞ് പല ആളും കൊണ്ട് നടന്നിരുന്നു. തങ്ങളല്ല, കോയാണ്. വല്ലാതെ അതൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ പിന്നെ എന്റെ നാവ് ഞാൻ ഉദ്ദേശിച്ചിടത്ത് നിൽക്കുമോ എന്ന് പോലും എനിക്ക് പേടിയാണ്. അതെ, നാവിനെ താങ്കൾക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്നോ താങ്കൾ പറഞ്ഞല്ലോ. ആ നിയന്ത്രിക്കാൻ സാധിക്കാത്ത നാവിലൂടെ എന്തും വിളിച്ചു പറയാമെന്നാണോ നിങ്ങളുടെ ധാരണ? എങ്കിലിതാ മൗലവി താങ്കളോട് സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കൂരിക്കുടി തങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. കൂരിക്കുടിയിലേക്ക് ഞാൻ വരുന്നത് ഈ ദർസൊക്കെ ഓടിക്കഴിഞ്ഞ് താൽക്കാലികമായി വെട്ടിച്ചിറയിലുള്ള ബഹുമാനപ്പെട്ട കോട്ടക്കൽ ഇബ്രാഹിം ഉസ്താദിനടുക്കലുള്ള പഠനം കഴിഞ്ഞതിന് ശേഷം മർക്കസിൽ 2 വർഷം കഴിഞ്ഞ് അതിനുശേഷം എറണാകുളം പള്ളുരുത്തിയിൽ മുദരീസായി ജോലി ചെയ്തു. അതിനുശേഷം ആലപ്പുഴ ജില്ലയിൽ എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് തൃശൂർ ജില്ലയിലെ ചേലക്കര എന്ന് പറയുന്ന പ്രദേശത്ത് തോന്നൂർക്കരയിൽ മുദരീസും ഹത്തീവുമായി ജോലി നോക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ നിർദ്ദേശപ്രകാരം കൂരിക്കുഴിയിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കൂരിക്കുഴിയിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ പഠനകാലത്തും ഞാൻ ജോലി നോക്കിയ സ്ഥലങ്ങളിലുമെല്ലാം ഞാൻ സയ്യിദാണ്, തങ്ങളാണ്, എല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ്. കൂരിക്കുഴിയിൽ വന്നതിന് ശേഷം ആരൊക്കെയോ പടച്ചുണ്ടാക്കിയതാണ് എന്ന് ചിലർ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് തെളിയിച്ചതാണ്.
വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എന്റെ ഉപ്പയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ ഉമ്മയുടെ പരമ്പരയും എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. സയ്യിദ് മുഹമ്മദ് മൗല തങ്ങളുടെ അഥവാ കണ്ണൂരിലുള്ള തങ്ങളുടെ 4ാമത്തെ പിതാവിന്റെ സഹോദരന്റെ 5ാം തലമുറയിലെ പേരക്കുട്ടിയാണ് വിനീതനായ ഞാൻ. ഈ സനത് ശരിയല്ല, സത്യമല്ല, വെറുമൊരു കോഴയാണ് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അവരെ ഞാൻ ജീവനോടുകൂടെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഖബറിലൊന്നുമല്ല, വേറെ എവിടെയുമല്ല. എന്റെ അഡ്രസ്സും എന്റെ സനതും എല്ലാം അറിയുന്നതാണ്. അവർക്ക് വരാൻ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന സനതൊന്നും ശരിയല്ല, നിങ്ങളെ സനതുകളും നിങ്ങളെ രേഖകളും ഇന്നതാണ്, നിങ്ങളെ പിതാമഹന്മാർ ഇന്നവരാണ് എന്ന് ആരെങ്കിലും രേഖാമൂലം എനിക്ക് വരികയാണെങ്കിൽ അൽഹംദുലില്ലാ അത് ഞാൻ സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ചിത്രതകൾ ഉണ്ടാക്കരുത് എന്ന് വിനീതമായി പണ്ഡിതന്മാരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഓ ഖാസിമി, താങ്കളുടെ കൈവശം രേഖകൾ വല്ലതുമുണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളാണ് മറുപടി പറയേണ്ടത്. മുജാഹിദ് പുരോഹിതന്മാരെ കൂട്ടുപിടിച്ച് പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കുമെതിരെ ഉറഞ്ഞു തുള്ളാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സ്തുതിപാഠകന്മാരല്ല മറുപടി പറയേണ്ടത്. ഓ മൗലവി, താങ്കളുടെ നാവ് ഇപ്രകാരം സയ്യിദന്മാർക്കും പണ്ഡിതന്മാർക്കുമെതിരെ നീങ്ങുമ്പോൾ അല്ലാഹു ഈമാനിനെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് താങ്കൾ സൂക്ഷിക്കണം കേട്ടോ. ولإخواننا الذين سبقونا بالإيمان. നാട്ടിലൊരു പ്രൊജക്ടർ വെച്ചിട്ട് മുൻഗാമികളെയും ആലിമീങ്ങളെയും തലയക്കത്തുള്ള ആലിമീങ്ങളെയും തുപ്പിവെക്കുന്ന തങ്ങന്മാരെയും തലയക്കത്തുള്ള ആലിമീങ്ങളെയും തുപ്പിവെക്കുന്ന തങ്ങന്മാരെയും ചീത്ത പറയാന് നിന്നെക്കാൾ നാവില്ലാത്ത ഒരാളുണ്ട് എന്ന് വിചാരിക്കണ്ട. അതിനിവിടെ നാവ് നീളാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷെ ഈമാന് പിടിച്ച് അല്ലാഹു കൊണ്ടുപോകും. അത് ഈമാന് കൊണ്ടുപോകുന്ന നേരമാണ്. അസ്ലാഫിനെ ആക്ഷേപിക്കുന്നവർക്ക് ഒരിക്കലും ഈമാൻ ഇല്ല. അസ്ലാഫിനെ ആക്ഷേപിക്കുന്നവർക്ക് ഒരിക്കലും ഈമാൻ ഇല്ല. പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ആക്ഷേപിക്കുന്നവർക്ക് ഈമാനില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ കേട്ടോളൂ. സയ്യിദന്മാരെ ആക്ഷേപിച്ച് പുസ്തകങ്ങളും മാസികകളും പത്രങ്ങളും ഇറക്കിയവർ ആരാണെന്നോ? എവിടെ പൊതുയോഗം നടത്തുമ്പോഴും നമുക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം നമ്മൾ സയ്യിദന്മാർക്ക് എതിരാണ് എന്ന്. നമ്മൾ സയ്യിദന്മാർക്ക് എതിരാണ്. എന്താണ് പറയുന്നത്? നമ്മൾ പാണക്കാട് കുടുംബത്തിന്റെ എതിരാണ്. ഇവരെ വാക്ക് കേട്ടാൽ തോന്നിപ്പോകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റ പേരക്കുട്ടി, അത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്. അങ്ങനെയല്ലല്ലോ, ശിഹാബ് തങ്ങൾ പൂക്കോയ തങ്ങളുടെ മകനാണ്. പൂക്കോയ തങ്ങൾക്ക് ജ്യേഷ്ഠനും അനുജനുമൊക്കെയുണ്ട്. പൂക്കോയ തങ്ങൾക്ക് ഉള്ളതുപോലെയുള്ള പവർ ആ ജ്യേഷ്ഠനും അനുജനും ഉണ്ടാകുന്നത് കൊണ്ട് അവരെ മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊക്കെ ശിഹാബ് തങ്ങളുടെ പവർ ഉണ്ടാകുമെന്ന് പറയേണ്ട ആവശ്യമില്ല. അധ്യക്ഷനായ നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങള് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കുടുംബക്കാരനാണ്. അപ്പൊ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ആത്മീയമായുള്ള മുഴുവൻ പവറും സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾക്കും ഉണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മറുഭാഗം തയ്യാറാകുന്നതിന് പകരം ഈ കൂടിയ മുതഅല്ലിമീങ്ങളെയും അലിമീങ്ങളെയും സയ്യിദന്മാർക്കെതിരാണെന്ന് ചിത്രീകരിക്കുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയക്കാർക്ക് അത് ചേരും. 2 ലീഗുകളായി പല വേർതിരിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന കാലത്ത് നിങ്ങൾ നോക്കൂ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പത്രമായ ചന്ദ്രിക, ആ പത്രത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ